+1+2 കുട്ടികൾക്ക് ഏറ്റവും തിരിച്ചടിയായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ആക്ച്വലി നിങ്ങളുടെ ആദ്യത്തെ ടൈം ടേബിൾ പ്രകാരം ശനിയാഴ്ച തീരേണ്ട എക്സാം ആയിരുന്നു. അത് മാറ്റി വെച്ചിട്ട് പിന്നെ ചൊവ്വാഴ്ച 24-ാം തീയതി തീരുന്ന രീതിയിലേക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ആ ടൈം ടേബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് വന്നത്. അതിലൊരു മാറ്റം കൂടി വന്നിരിക്കുകയാണ്. 24 അല്ല 25-ാം തീയതിയാണ് ഇനി നിങ്ങളുടെ എക്സാം കഴിയുന്നത്. എവിടെയാണ് മാറ്റം വരുന്നത് എന്ന് ചോദിച്ചാൽ 23-ാം തീയതി മൺഡേ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ബയോളജി CS എക്സാം +1-നും +2-നും രണ്ടുപേർക്കും ബയോളജി CS എക്സാമുകളായിരുന്നു. ആ ബയോളജി CS 25-ാം തീയതി ബുധനാഴ്ചത്തേക്ക് കൊണ്ടുവച്ചു. അപ്പൊ ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ഒരു ദിവസം കുറയുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും. മോഡൽ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ ഒരു ദിവസമാണ് പോകുന്നത്. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ടൈം ടേബിൾ അതിനനുസരിച്ച് ആദ്യമേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. എന്തായാലും നിങ്ങളുടെ എക്സാം ഇനി അവസാനിക്കുന്നത്, മോഡൽ എക്സാം അവസാനിക്കുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ 25 വെനസ്ഡേ ആണ് ഇനി നിങ്ങളുടെ മോഡൽ എക്സാം അവസാനിക്കുക. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ള ഒരു ദിവസം കുറഞ്ഞു. പക്ഷെ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിലുള്ള കൃത്യമായിട്ടുള്ള ആ ദിവസങ്ങൾ എണ്ണി വെച്ചിട്ട് നിങ്ങൾ ആ ദിവസങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു മാറ്റം ശ്രദ്ധിക്കുമല്ലോ. 23-ാം തീയതിയുള്ള ബയോളജി CS 25-ാം തീയതി ബുധനാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.